ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു സൂപ്പർ ശങ്കർ റോക്സ്. തിരുവോണത്തിനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. 2 ദിവസം കഴിഞ്ഞാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം. എല്ലാവർക്കും ഓണം എത്ര പ്രിയപ്പെട്ടതാണ് അല്ലേ? നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ എത്ര ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മളുടെ സെലിബ്രേഷൻ തുടങ്ങുക. പക്ഷേ ഇത്തവണ ഞങ്ങളുടെ ഒപ്പം പപ്പ ഉണ്ടായിരുന്നില്ല. പപ്പ ഇല്ലാത്ത ഞങ്ങളുടെ ഓണം. അതുകൊണ്ട് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. എന്തൊക്കെ ഉണ്ടായാലും നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഓണം ഉണ്ടാകുന്നത്, വിശേഷങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? ഈ കാണുന്നത് ശങ്കർക്കുട്ടൻ സദ്യ ഒന്നും ഒരുക്കാത്തത് കൊണ്ട് ആകെ വിഷമിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഈ കാണുന്നത് ദീപു ശരത്തും അവരുടെ കമ്പനിയിൽ അവർക്ക് കിട്ടിയ 2 സദ്യ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, എന്തെല്ലാം കറികൾ എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ദീപു തന്നെ 2 പേർക്കും വിളമ്പി കൊടുത്തു. ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ കഴിയാത്തത് കൊണ്ട് അവനും പറ്റില്ല, കാരണം അവൻ്റെ അപ്പൂപ്പ മരിച്ചതാണ്. അപ്പോൾ അവർക്ക് 2 പേർക്ക് ഇലയിട്ടുകൊണ്ട് 2 പേർക്കും ഓണം ഒരുക്കി ഞങ്ങൾ കൊടുത്തു. അവൻ തന്നെ കൊണ്ടുവന്ന എല്ലാ ഐറ്റംസും വിളമ്പി കൊടുക്കുമായിരുന്നു. ഞാനെല്ലാം നോക്കി നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ അവിയലും സാമ്പാറും പിന്നെ മീൻകറി, മീൻ പൊരിച്ചതൊക്കെ ഞാൻ ഉണ്ടാക്കി. ഞങ്ങൾ പാത്രത്തിൽ ഓണം ഉണ്ണുകയും ചെയ്തു. ശരത്തും ശങ്കരക്കുട്ടനും കൊച്ചുകുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ഓണമൊക്കെ ഇല്ലാണ്ട് വരുമ്പോൾ വിഷമമാവില്ലേ. പിന്നെ ശരത്ത് ഒമാനിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഓണമാണ്, അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ കറികളാണ് കേട്ടോ. പിന്നെ ഇഞ്ചിക്കറി ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാറുണ്ട്. അതുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെ ഞങ്ങൾ കറി എടുത്ത് കഴിച്ചു. വളരെ വിഷമത്തോടുകൂടിയാണ് ഞങ്ങൾ ഇതൊക്കെ കഴിച്ചത്. നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അതിലുപരി നമുക്കുണ്ടായ നഷ്ടം. സാധാരണ ഓണത്തിൻ്റെ അന്ന് രാവിലെ പപ്പയുടെ വിളിയും വീഡിയോ കോളിൽ ഓണം സദ്യ കഴിക്കുമ്പോഴുള്ള കാണലും ഒക്കെ കൂടി ഓർത്തപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അതൊക്കെ പോട്ടെ. ഞാനും ചോറ് കഴിച്ച് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. മത്രയിൽ പോവുകയാണ് കപ്പലൊക്കെ കാണാനായിട്ട്. ശരത്ത് വന്നതിന് ശേഷം പുറത്തേക്കൊന്നും അധികം പോകുന്നുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ 2 മാസം ഞങ്ങൾ നാട്ടിലുമായിരുന്നു. അപ്പോൾ ദീപവും ഞങ്ങൾ ഇത്രയും പേരും കൂടി ചേർന്ന് കപ്പൽ കാണാൻ പോവുകയാണ്. മത്രയിലാണ് കേട്ടോ. അപ്പോൾ അത് പോകുമ്പോൾ ഞാനെടുത്ത വീഡിയോ ആണിത്. അപ്പം എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാ വർഷവും നന്നായിട്ട് സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അച്ഛനമ്മമാരും എപ്പോഴും സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചു ആണെന്ന് വിശ്വസിക്കുന്നു. ഓരോരുത്തർക്കും ഓണം ഓരോ സ്ഥലങ്ങളിലാണല്ലേ. ഇവിടെ ശരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഇത്തവണ. ഓക്കെ, താങ്ക് യു.